അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ട്രെയിൻ ലീവ് സ്റ്റേഷൻ എ. ഹായ്, നമ്മുടെ RRB NTPCയുടെ എക്സാംസ് നമുക്ക് ഫ്യൂച്ചറിൽ വരാതിരിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് മിക്കവാറും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരും. അതിൻ്റെ എക്സാംസ് നമുക്ക് അതിൻ്റെ അടുത്ത വർഷം ഇപ്പം നമുക്കൊരു മേ ബി ഒരു മാർച്ച് ഏപ്രിലൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മിക്കവാറും നടക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് നടക്കുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ സമയത്ത് നടക്കും. കുറച്ചുകൂടെ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നടന്ന പോലെ നമ്മുടെ ഒരു ജൂൺ ആകുമ്പോഴായിരിക്കും നമുക്ക് നടക്കാൻ പോകുന്നത്. പക്ഷേ എങ്ങനെയായാലും നിങ്ങൾക്കറിയാം നമുക്ക് ഏകദേശം ഒരു 6 മാസത്തിൽ സമയം കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അത്യാവശ്യം നമുക്ക് ഈ വർഷം വിളിച്ച അതേ വേക്കൻസീസ് എന്തായാലും നമുക്ക് അടുത്ത വർഷം ഉണ്ടായിരിക്കും. അതിനേക്കാളും വേക്കൻസീസ് കുറയാൻ സാധ്യതയില്ല. കൂടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഇതേ RRB NTPCയുടെ എക്സാംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമുക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം നമ്മൾ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പുകളാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഏതൊക്കെ ഏരിയാസ് ആണെന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല, എങ്ങനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻസിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് നമ്മൾ യൂഷ്വലി സോൾവ് ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡ്സ് ആണോ ആൻസർ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതോ ശരിക്കും എക്സാമിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ആണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മാത്രമല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളതും കൂടി ഐഡിയ കിട്ടും. ആൻഡ് അതിനെ ശരിക്കും എക്സാമിൽ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ യൂഷ്വലി ബുക്ക് എഴുതിയേക്കുന്ന പോലെ ആണോ, നമ്മൾ സാധാരണ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ആണോ, അതോ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണോ, പെട്ടെന്ന് ആൻസർ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഈ ഒരു സെഷനിലേക്ക്. അതുകൊണ്ട് RRB NTPCയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇതാണ്, നമ്മുടെ RRB NTPC എക്സാമിന്റെ ആ ഒരു സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മാത്സിന്റെ സിലബസ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ മൊത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്ത മാത്സിന്റെ ഏരിയയിൽ നിന്നായാലും നമുക്ക് ഏതൊക്കെയാണ് മാത്സിന്റെ ഏരിയയും റീസണിങ് ഏരിയയും നമ്മുടെ GKയുടെ ഏരിയയൊക്കെ തന്നെ, അല്ലെങ്കിൽ സിലബസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, നമ്മുടെ 2021 ഇപ്പോൾ നടന്ന എക്സാംസും തമ്മിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അത് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടെ നിന്ന് അത് എടുത്ത് കാണുക. നിങ്ങൾക്ക് ഫുൾ ആ ഒരു നമ്മുടെ NTPC എക്സാംസിനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയ കിട്ടാൻ എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പം നടന്നു വെച്ചുകൊണ്ടല്ല, 2021 2024 എക്സാംസിൽ നടന്നിട്ടുള്ളത് വെച്ച് 2024 വിളിച്ച എക്സാം നടന്നത് 2025. സോ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമും ഇതിന് മുമ്പ് 2021 നടന്ന എക്സാമും രണ്ടും കൂടി വെച്ച് നിങ്ങളുടെ ക്ലിയർ അനലൈസിസ്, നിങ്ങൾക്ക് കറക്റ്റ് നമ്പേഴ്സ് അടക്കം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്നത്, എത്രത്തോളം ക്വസ്റ്റൻസ് വന്നു എന്നൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കുറേ അരിത്മെറ്റിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ഇതൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് എക്സാംസിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും കാണാറുണ്ട്. നമുക്ക് മാക്സിമം 3 ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പെർസെൻറ്റേജ് എന്നൊക്കെ നമുക്ക് മിക്കവാറും 2 ക്വസ്റ്റ്യനാണ് കിട്ടുന്നതെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനിൽ എന്ത് വരാറുണ്ട്, പെർസെൻറ്റേജ് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് വരാറുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് എക്സാം ചോദിക്കുന്ന മാത്സിന്റെ മൊത്തം ക്വസ്റ്റ്യനിൽ പകുതി കൂടുതൽ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരിക്കും, പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല, പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് വരുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പല ചാപ്റ്ററും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ആംഗിൾ ആയിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് അഗെയിൻ നമുക്ക് അവിടെ നിന്ന് 2 ക്വസ്റ്റൻസ് മിക്കവാറും ഷിഫ്റ്റിലെല്ലാം വരാറുണ്ട്. ആൻഡ് ആ റേഷ്യോയുടെ കൺസെപ്റ്റ് ബേസ് ചെയ്താണ് ഏജസ്, പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത്, മിസ്റ്ററിന്റെ ക്വസ്റ്റൻസ് വരുന്നത്. ആൻഡ് ആ ഒരു റേഷ്യോയുടെ കൺസെപ്റ്റ് വേറെ പല ചാപ്റ്റേഴ്സിലും നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ തന്നെ. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻ എന്നുള്ളത് വിട്ടിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് ബാക്കി ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് അഗെയിൻ അവിടെ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ് നമുക്ക് എന്തായാലും കിട്ടും. അതുപോലെ നമ്മുടെ മെൻസുറേഷൻ, ജോമെട്രി ഏരിയയിൽ നിന്ന് നമുക്ക് 3 തൊട്ട് 4 ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. മീൻ മീഡിയൻ മോഡ് എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് 1 തൊട്ട് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. പിന്നെ ഈ വർഷം നമ്മൾ കണ്ട ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ആണ്.
സിംപ്ലിഫിക്കേഷൻ. നിങ്ങൾക്ക് സാധാരണ സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്, ചിലപ്പോൾ റയർ ആയിട്ടുള്ള ഏതെങ്കിലും ഷിഫ്റ്റിൽ 2 ക്വസ്റ്റനും. പക്ഷേ ഈ വട്ടം നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷനിൽ നിന്ന് നമുക്ക് 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് പല ഷിഫ്റ്റിലും ചോദിച്ചു. സോ അത് എടുത്ത് എഴുതിയേ പറ്റത്തുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് എഴുതിയേ പറ്റുള്ളൂ. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആണെന്ന് പറയാം. എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ഏരിയ ആണ്, ബട്ട് സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിനെയൊക്കെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. വേറെയും ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയസിൽ നിന്ന് നമുക്ക് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. മൊത്തം 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 30 ക്വസ്റ്റ്യനിൽ നമുക്ക് ഏകദേശം ഈ പറയുന്നൊരു പകുതി കൂടുതൽ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നാണ് വരുന്നത്, ഒരു ഓൾമോസ്റ്റ് 18 to 20 ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചാപ്റ്റേഴ്സിന്റെ മോസ്റ്റ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ്. ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഏരിയസിന് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ടാർഗറ്റ് ചെയ്യുക. ഇനി അടുത്ത മോസ്റ്റ് ഫ്രീക്വന്റ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നിങ്ങൾ ഓരോ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 3 or 4 ഏറ്റവും ടോപ്പ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മൊത്തം ചാപ്റ്റേഴ്സിലുള്ള പഠിക്കാനുള്ള മൊത്തം ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം എന്ന് നമ്മൾ കൂടി പറഞ്ഞു. ജസ്റ്റ് ഈ ഒരു പേരുകൾ മാത്രം നോക്കി വിടാതെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കാം. ശരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വരുന്നുണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്ന് മനസ്സിലാക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാവും, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏതാണെന്ന് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ റേഷ്യോയുടെ കൺസെപ്റ്റ് എവിടെയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. പഴയ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി, ഇപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ശരിക്കും ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നൊരു ഐഡിയ കിട്ടാനും അതെങ്ങനെയാണ് എക്സാമിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന്. ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിലുള്ള അപ്രോച്ച് എന്താ, ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലത്തെ സ്കൂളിൽ പഠിക്കുന്ന പോലത്തെ അല്ല, എങ്ങനെയാണ് ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇത് വളരെ കുറച്ചൊരു ടോപ്പിക്സിനെ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല ഉള്ള ഒരുപാടുണ്ട്. പക്ഷേ അരിത്മെറ്റിക് മീൻ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, നമ്മുടെ പ്രൈം നമ്പേഴ്സിന്റെ കൺസെപ്റ്റ്, പെർസെൻറ്റേജിന്റെ കമ്പാരിസൺ, സക്സസീവ് പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരേ പ്രോഫിറ്റ് ഒരേ ലോസ് വരുന്ന ക്വസ്റ്റൻസ്, മാർക്കപ്പ് ആൻഡ് ഡിസ്കൗണ്ട് ക്വസ്റ്റൻസ്, ഇങ്ങനെ കുറേ ഏരിയാസ് ആണ് മോസ്റ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇട്ടേക്കുന്നത്, ചില ചാപ്റ്റേഴ്സിൽ ചില എക്സാമ്പിൾസ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിച്ചു പോകുമ്പോഴും ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പേജ് നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേജ് അങ്ങ് വിട്ടേക്കും. എന്നിട്ട് ആ ആദ്യത്തെ പേജിൽ എന്ത് നോട്ട് ചെയ്യുക, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു 3 തൊട്ട് 5 കൺസെപ്റ്റ് നോട്ട് ചെയ്യുക. ലൈക്ക് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യുക. അതിലും ചില സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുക, നോട്ട് കീപ്പ് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ട റെയിൽവേ എക്സാംസിൽ. ഇനി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് ഒന്ന് പോകാം. നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശരിക്കും ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മുടെ ഈ റെയിൽവേ NTPC എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്, അതിനെ എങ്ങനെയാണ് എക്സാമിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ ഒരു ആദ്യത്തെ ഒരു ക്വസ്റ്റിലേക്ക് പോകാം. നമ്മുടെ ഒരു വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്, വളരെ അധികം ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് റെയിൽവേയിൽ മാത്രമല്ല നമ്മുടെ SSCയിലോ ബാങ്കിലൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു വളരെ ഫ്രീക്വന്റ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയാം. എന്താ പറഞ്ഞേക്കുന്നത്? എ സം ഓഫ് ₹5,000 വാസ് ലെൻഡ് പാർട്ട്ലി അറ്റ് 5% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആൻഡ് പാർട്ട്ലി അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആഫ്റ്റർ 5 years വാസ് ₹1,750. Find the amount of money that was lent out at 10% simple interest per annum. എന്താണ് പറയുന്നത്? ഒരാള് ₹5,000 ഉണ്ട്. ആ ₹5,000 കുറച്ച് പോർഷൻ, എത്ര എന്ന് പറഞ്ഞില്ല, കുറച്ച് പോർഷൻ 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതല്ല ബാക്കിയുള്ള പോർഷൻ 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ആൻഡ് ഈ മൊത്തം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം 5 വർഷത്തേക്കാണ് ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഈ 5 വർഷം കൊണ്ട് ഈ രണ്ടും കൂടി ചേർത്ത് കിട്ടുന്ന ടോട്ടൽ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ₹1,750. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് 10% ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപയാണ്, 5000-ൽ 10% ഇൻവെസ്റ്റ് ചെയ്തത് എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അലിഗേഷൻ ആണ്. നമുക്ക് ആദ്യത്തെ 5%-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ 10%-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് മൊത്തം കിട്ടുന്ന 1,750. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന മൊത്തം നെറ്റ് പലിശ എന്താ, നെറ്റ് റേറ്റ് എന്താ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം മൊത്തം നെറ്റ് റേറ്റ് ടോട്ടലി 5 വർഷത്തേക്കുള്ള മൊത്തം പലിശ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി സിമ്പിളായിട്ട് മൊത്തം കിട്ടുന്ന 1,750 രൂപയല്ലേ, അതിൻ്റെ എത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്? 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ
അങ്ങനെയാണെങ്കിൽ മൊത്തം പലിശ കിട്ടാൻ വേണ്ടി ഇൻറ്റു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 100. സോ നമ്മൾ ഇത് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 3 0 ഈ 3 0 ക്യാൻസൽ. നമ്മൾ ഈ 5ഉം ഇതുകൂടി നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 30 and 5 എന്ന് വരും. എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന 35% ആണ് നമുക്ക് മൊത്തം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് മൊത്തം കിട്ടിയത് 5 years കൊണ്ട് മൊത്തം കിട്ടിയത് 35% പലിശയാണ് കിട്ടിയത്. 5 into എന്ത് ചെയ്യുമ്പോൾ 35 വരുന്നത്, 5 into 7 ചെയ്യുമ്പോൾ 35 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് കിട്ടിയത് എത്ര ആയിരിക്കും? ഒരു വർഷത്തേക്ക് 1 into 7% ആയിരിക്കത്തില്ലേ, 7%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7% ആണ് ഒരു വർഷം കൊണ്ട് കിട്ടുന്നത്. ഒരു വർഷം കൊണ്ട് 7 കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്ത 2 സ്ഥലത്ത് നിന്ന് കിട്ടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 7 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അലിഗേറ്റ് ചെയ്യാം. അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 നിന്ന് 7 മൈനസ് എത്രയെന്ന് വരും, 3 എന്ന് വരും. ആൻഡ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ 5 നിന്ന് 7 നിന്ന് 5 മൈനസ് നമുക്ക് എത്രയെന്ന് വരും, 2 എന്ന് വരും. അങ്ങനെ നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് റേഷ്യോ ഇല്ല, 3:2 റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത്. ആൻഡ് നമുക്കറിയാം 3 + 2 5 അങ്ങനെയാണെങ്കിൽ തന്നേക്കുന്നതും 5,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ആയിരിക്കും, 3,000 rupees അതുപോലെ 2,000 rupees ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചോദിച്ചേക്കുന്നത് എന്താ, 10% ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10% ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, 2,000 അല്ലേ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 2,000 ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ എത്രയും മിനിമം സ്റ്റെപ്സിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്ലാസ് ആണിത്. ആൻഡ് ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മിനിമം സ്റ്റെപ്സിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പേഴ്സണലി മാത്രം ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇത്രയും പോലും എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ആ 1,750 5,000 എത്ര പെർസെന്റ് ആണെന്ന് നോക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഇത്രയും പോർഷൻ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. 35 5 വർഷം കൊണ്ടാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 7 വരും നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലേ. 5 വർഷം കൊണ്ട് 35, അങ്ങനെ ഒരു വർഷം കൊണ്ട് 7. അത് നമുക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അങ്ങനെ ശരിക്കും ഒരാൾക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്ര വരത്തുള്ളൂ, ഇതാ വരച്ചേക്കുന്ന സ്റ്റെപ്സ് ഇല്ലേ അതേ നമുക്ക് വരത്തുള്ളൂ. ആൻഡ് അതാണ് അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാനും പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പം ക്ലാസ് പോലെ പോകുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതർവൈസ് നമുക്ക് പേഴ്സണലി ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ എടുത്ത് അങ്ങ് പോയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ സി 2,000 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. In a school, the average age of boys and girls together is 16.8 years. The average age of boys is 15.4 years and the average age of girls is 18.2 years. The ratio of the number of boys to the number of girls is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കമ്പൈൻഡ് ആവറേജിന്റെ ക്വസ്റ്റൻ ആണ്. ബോയ്സിന്റെ ആവറേജ്, ഗേൾസിന്റെ ആവറേജ്, മൊത്തം ക്ലാസിന്റെ ആവറേജ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റിനും കൈൻഡ് ഓഫ് ഇതേ ഒരു കൺസെപ്റ്റ് അവിടെയും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. കുറച്ച് പൈസ ഒരു പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് പൈസ വേറൊരു പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം എമൗണ്ടിന് ഒരു പലിശ ഉണ്ടായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് എന്നല്ല അവിടെയും ശരിക്കും വന്നേക്കുന്നത്. ഒരു കമ്പൈൻഡ് ആവറേജിന്റെ കൺസെപ്റ്റ് ശരിക്കും അവിടെയും ഉണ്ട്. അപ്പൊ നോക്കിയാൽ നമ്മൾ ഈ ഇതിനെ ഒരു കമ്പൈൻഡ് ആവറേജ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടിനെയും നമുക്ക് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം, അലിഗേഷൻ യൂസ് ചെയ്യാം. അപ്പൊ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റൻ നമ്മൾ അലിഗേഷൻ അല്ല യൂസ് ചെയ്തത്. ഈ ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് അലിഗേഷൻ വെച്ചെടുക്കാം. എങ്ങനെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് ഇൻ എ സ്കൂൾ ദ ആവറേജ് ഏജ് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗദർ ഈസ് 16.8 അതിന്റെ ടോട്ടൽ 16.8. അതിൽ ബോയ്സിന്റെ എത്ര പറഞ്ഞേക്കുന്നത്, നമുക്ക് 15.4 ആണ് നമുക്ക് ബോയ്സിന്റെ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഗേൾസിന്റെ എത്രയാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് 18.2. ആൻഡ് മൊത്തം ക്ലാസ്സിന് എന്താ പറഞ്ഞേക്കുന്നത്, 16.8. നമുക്ക് എന്ത് ചെയ്യാം, അലിഗേറ്റ് ചെയ്യാം. വലിയ വാല്യൂന്ന് ചെറിയ വാല്യൂവിനെ മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 18.2 നിന്ന് നമ്മൾ 16.8 മൈനസ് ചെയ്യണം. നമുക്കത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 1.4 എന്ന് വരുന്നുണ്ട്, റൈറ്റ്. ആൻഡ് അടുത്ത നമുക്ക് 16.8 നിന്ന് 15.4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുണ്ട്, 15.4 16.4 ആൻഡ് പിന്നെ ഒരു 0.8 കൂടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1.4 വരുന്നുണ്ട്. സോ 1.4ഉം 1.4ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എത്ര വരും, 1:1 എന്ന് റേഷ്യോ വരത്തില്ലേ. സോ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി 1:1. നോക്കിയേ ഇപ്പോഴും നമ്മൾ അലിഗേഷൻ അല്ല ചെയ്തത്. പക്ഷെ കഴിഞ്ഞ വട്ടം നമ്മൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് സ്റ്റെപ്പ് ഒക്കെ എഴുതി പോയെങ്കിൽ ഈ വട്ടം നമുക്ക് ജസ്റ്റ് അലിഗേഷൻ വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്തു, ആൻസർ എടുത്തു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് കമ്പൈൻഡ് ആവറേജ് ഒരു എത്രമാത്രം ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണെന്നും ആ കമ്പൈൻഡ് ആവറേജിന്റെ ക്വസ്റ്റിനെ നമുക്ക് കമ്പൈൻഡ് ആവറേജിന്റെ കൺസെപ്റ്റിന്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്താലും മതി, അലിഗേഷന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഒരു ചാപ്റ്ററിന്റെ ടോപ്പിക് വന്നാൽ അല്ലെങ്കിൽ ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുല വെച്ച് തന്നെ ക്വസ്റ്റൻ ചെയ്യണമെന്നോ ആ ചാപ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആ ചാപ്റ്ററിനെ വേറൊരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി എന്നുള്ളത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റൻ കുറച്ചുകൂടി ഒരു വലിയൊരു ക്വസ്റ്റൻ. ഓക്കെ, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ട്രെയിൻ ലീവ്സ് സ്റ്റേഷൻ എ ടുവേർഡ്സ് സ്റ്റേഷൻ ബി അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. ആഫ്റ്റർ ഹാഫ് ആൻ അവർ another train leaves station B towards station A at 150 km/h. നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്കൊന്ന് വരയ്ക്കാം. എന്താ പറഞ്ഞേക്കുന്നത്, രണ്ട് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് ആൻഡ് അടുത്ത ബി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ,
നമ്മുടെ എ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിന് നമ്മുടെ ബിയിലേക്ക് പോവുകയാണ്. എന്ത് സ്പീഡിലാണ് പോകുന്നത്? 50 km/h സ്പീഡിലാണ് നമുക്ക് പോകുന്നത്. 50 km/h. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? അനദർ ട്രെയിൻ ലീവ് സ്റ്റേഷൻ ബി ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അതാണ് സ്പെഷ്യൽ. ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റേഷൻ ബിയിൽ നിന്ന് ഈ എന്ന് ട്രെയിൻ എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ബിയിൽ നിന്ന് അടുത്ത ട്രെയിന് സ്റ്റേഷൻ എയിലേക്ക് വരുവാണ്. എത്ര സ്പീഡിൽ? 150 km/h. ഇവിടുന്ന് നമുക്ക് 150 km/h നമുക്ക് അത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ ആണ്? ക്വസ്റ്റ്യൻ മനസ്സിലായേ? അങ്ങനാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് രണ്ടും വേറെ വേറെ സമയം, ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഈ രണ്ട് ടൈം സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിലേ 50 km/h, ഒരു മണിക്കൂർ കൊണ്ട് 50 km. ഒരു മണിക്കൂർ കൊണ്ട് 50 km ആണ് പോകുന്നെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സമയം സെയിം ആക്കുക. അപ്പൊ അതിപ്പോ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് അതേ സമയത്ത് ഇവിടത്തേക്ക് നമുക്ക് ആ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക, ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എങ്ങനെ? 50 km ഒരു മണിക്കൂറുണ്ട്. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന്ന് ഈ ട്രെയിൻ എത്ര മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും? അരമണിക്കൂർ കൊണ്ട് 25 km പോയിട്ടുണ്ടായിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ സമയം ആവുമ്പോൾ നമുക്ക് ഇത് എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടായിരിക്കും? 50 km ഒരു മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 25 km പോയിട്ടുണ്ടായിരിക്കും. ആ ഹാഫ് ആൻ അവർ കൊണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം ഡിസ്റ്റൻസ് നമുക്കറിയാം 725 km ആണെങ്കിൽ ഇപ്പൊ 25 km ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കിലോമീറ്റർ നമുക്ക് ബാക്കി പെൻഡിങ് ഉള്ളത്? 700 km അല്ലേ ഇനി ബാക്കിയുള്ളൂ. മൊത്തം 725 ആയിരുന്നു, പക്ഷെ അത് 25 ഇവിടെ ആയി. 25 ഇവിടെ ആയെങ്കിൽ പിന്നെ ബാക്കിയുള്ള 700 km അല്ലേ ഉള്ളത്. ആ 700 km എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, രണ്ടുപേരും ഒരേ സമയത്ത് ഒരേപോലെ ഇവിടെ നിന്ന് കവർ ചെയ്ത് വരുമ്പോൾ ഇവരെ വഴിക്ക് എവിടെങ്കിലും വെച്ച് തമ്മിൽ മീറ്റ് ചെയ്യും. രണ്ടുപേരും ഒരേ സമയം നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇയാളും ഇവിടുന്ന് അരമണിക്കൂർ കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടും ഇപ്പോൾ സെയിം ടൈം ആയി. അങ്ങനെയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ സമയം വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടൈം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ടൈം സെയിം അല്ലെങ്കിൽ നമ്മുടെ ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡിസ്റ്റൻസിന്റെ റേഷ്യോ നമ്മുടെ സ്പീഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ സ്പീഡിന്റെ റേഷ്യോ എന്താ? നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 50:150 ആണ്. 50:150 കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 1:3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ എന്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത്? ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1ഉം 3 കൂടി ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ആ 4 എന്ന് പറയുന്നതായിരിക്കണ്ടേ ഈ 700 km എന്ന് പറയുന്നത്. ഈ 4 എന്ന് പറയുന്നത് 700 km ആണെങ്കിൽ നമുക്ക് വേണ്ടി എന്താ ചോദിച്ചേക്കുന്നത്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം സ്റ്റേഷൻ എ വേർ ദ ടു ട്രെയിൻസ് ആർ ടു മീറ്റ്. ഈ എയിൽ നിന്ന് ഏത് പോയിന്റിലാണ് ഈ ട്രെയിനുകൾ രണ്ടും മീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 4 എന്ന് പറയുന്നത് 700 ആണെങ്കിൽ 4 ഇൻറ്റു എന്ത് ചെയ്യുമ്പോൾ 700 വരുന്നത്? 4 × 1, ദെൻ നമുക്ക് 30 എന്ന് പറയുമ്പോൾ 7 ആൻഡ് 20 എന്ന് പറയുമ്പോൾ 5. നമുക്ക് 4 × 175 ചെയ്യുമ്പോഴാണ് 700 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് നമുക്ക് ഈ 1 വെച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ 4 എന്ന് പറയുന്ന 700 ആണെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 175 ആയിരിക്കണം. നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ചുമ്മാ എഴുതിയേക്കാം. 175 km. ചോദിച്ചേക്കുന്ന ആൻസർ ഒരിക്കലും 175 അല്ല. ആൻസർ ഒരിക്കലും 175 അല്ല. ചോദിച്ചേക്കുന്നത് എയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് 175 km കഴിയുമ്പോഴാണ് ഇവർ മീറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ നിന്നാണ് 175. അത് എയിൽ നിന്ന് എടുക്കുമ്പോൾ എന്തുകൂടി എക്സ്ട്രാ വരും? നമുക്ക് ആ 25 കൂടി എക്സ്ട്രാ വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആ 175ഉം നമ്മൾ പിന്നെ നേരത്തെ എടുത്ത് മാറ്റി വെച്ച 25 കൂടി ചേർത്ത് 200 ആൻസർ വരും. 200 km. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ 50ഉം 150ഉം തമ്മിലുള്ള റേഷ്യോ എടുക്കാൻ പെന്നും പേപ്പറുടെ ആവശ്യമുണ്ടോ? ഇല്ല. 1:3 വരും എന്നുള്ളത് മൈൻഡ് എടുത്തൂടെ? എൻ്റെ അവിടെ നിന്ന് ആ 175 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 175 നിന്ന് മാറ്റി വെച്ച് 25 കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ ഈ എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആ എഴുതിയേക്കുന്ന പോലും നിങ്ങൾക്ക് അറിയാം ഒട്ടും എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എടുക്കാൻ പറ്റും. ആൻഡ് യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുന്നത്? വളരെ ലെന്തി ആയിട്ടായിരിക്കും ചെയ്തു പോകുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്താണ് എന്ത് ചെയ്തേക്കുന്നത്? ആൻസേഴ്സ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് എഴുതിയേക്കുന്നത്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും സെയിം ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയേക്കുന്നത്. ശരിക്കും നമുക്ക് ഈ 50ഉം 150 ഒക്കെ എഴുതേണ്ട ആവശ്യമില്ല. 1:3 നേരെ എടുക്കാന്നുള്ളത് നിങ്ങൾക്കും എടുക്കാൻ അറിയാം. നിങ്ങൾക്ക് ചുമ്മാ കണ്ടാൽ അറിയാതെ 1:3 ആണ്. അങ്ങനെ അങ്ങ് എടുത്താൽ പോരെ. ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ എത്ര എന്ന് വരും? 200 km നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റും വളരെ ഫ്രീക്വന്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. 5 bells common tolling to. അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു.
നമ്മളവിടെ എന്താ യൂസ് ചെയ്തത്? ശരിക്കും റേഷ്യോയുടെ കൺസെപ്റ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്തത്? ആ റേഷ്യോ വെച്ച് ആൻസർ എടുത്തില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. റേഷ്യോ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും, ചോദിക്കട്ടെ. പക്ഷെ ആ റേഷ്യോയുടെ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ പല ചാപ്റ്റേഴ്സിലും വളരെ നല്ലപോലെ പണ്ടത്തെ സ്കൂളിലെ പോലെ ഇക്വേഷൻ ഉണ്ടാക്കാതെയും ബുക്ക് പോലെ ഇക്വേഷൻസ് ഉണ്ടാക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 5 bells common tolling together and toll at intervals of 2, 4, 6, 8 and 20 seconds respectively. In 30 minutes, how many times do they toll together? അപ്പൊ അഗൈൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, എല്ലാ വർഷവും SSC എക്സാംസിലും റെയിൽവേ എക്സാംസിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ. നമ്മുടെ HCF LCന്റെ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്താ പറയുന്നത്? ഒരു ബെല്ല് എല്ലാ 2 സെക്കൻഡിലും അടിച്ചുകൊണ്ടേയിരിക്കും, വേറൊരു ബെല്ല് എല്ലാ 4 സെക്കൻഡിലും അടിച്ചുകൊണ്ടിരിക്കും, വേറൊരു ബെല്ല് എല്ലാ 6 സെക്കൻഡിലും അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ ബെല്ലുകളുണ്ട്, ഓരോരോ സമയം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ബെല്ലുകളെല്ലാം ഇങ്ങനെ പല പല സമയത്ത് അടിക്കുന്നെങ്കിലും ഈ ബെല്ലെല്ലാം കൂടി ഒരുമിച്ച് അടിക്കുന്ന ഒരു സമയം കാണത്തില്ലേ? ആ ഒരുമിച്ച് അടിക്കുന്ന സമയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നേക്കുന്ന സമയത്തിന്റെ ഒക്കെ എൽസിയം കണ്ടുപിടിച്ചാൽ പറയും. ഇപ്പൊ 2, 4, 6, 8, 20 ഇതിന്റെ എല്ലാത്തിനും കൂടി എൽസിയം എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ബെല്ലെല്ലാം കൂടി ഒരുമിച്ച് എപ്പോൾ അടിക്കുന്നത് കിട്ടും. അത് എൽസിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൽസിയം എപ്പോഴും ഒരു വലിയ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചെറിയ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് അവിടെ ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് എൽസിയം എടുക്കുന്ന സമയത്ത് എടുക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ 4, 2 എടുക്കേണ്ട ആവശ്യമില്ല. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ നമ്മുടെ 8, 4 എടുക്കേണ്ട ആവശ്യമില്ല. 6ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ല. 8ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ എൽസിയം എടുക്കുമ്പോൾ ശരിക്കും എത്ര നമ്പർ എടുത്താൽ മതി? 6, 8, 20 എടുത്താൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യം നമ്മുടെ ടൈം സേവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതെനിക്ക് അറിയാമെങ്കിൽ എനിക്ക് അത് എൽസിയം എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും വാല്യൂ ഒരുമിച്ച് എഴുതി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പേപ്പറിലേക്ക് എന്ത് മാത്രമേ എഴുതുള്ളൂ? 6, 8, 20 എഴുതുള്ളൂ. അതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ 3 നമ്പർ ഒരേപോലെ പോകുന്ന നമ്പർ ഏതാ? 120 അല്ലേ? എൽസിയം നമുക്ക് 120 സെക്കൻഡ് എന്ന് എടുക്കാം. പക്ഷെ നമുക്ക് മിനിറ്റാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഓടിയാ? 2 മിനിറ്റ് ഓടിയാ? ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എന്താ? ഈ ബെല്ലെല്ലാം കൂടി 30, ഇപ്പം എല്ലാ 2 മിനിറ്റിലും ഈ ബെല്ലുകൾ ഒരുമിച്ച് അടിക്കും. എല്ലാ 2 മിനിറ്റിലും ഈ ബെല്ലുകൾ ഒരുമിച്ച് അടിക്കും. പക്ഷെ എന്താ ചോദിച്ചിരിക്കുന്നത്? 30 മിനിറ്റിന്റെ ഇടയ്ക്ക് വെച്ച് ഈ ബെല്ലുകൾ എത്ര തവണ ഒരുമിച്ച് അടിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലർക്കും പെട്ടെന്ന് എന്തായിരിക്കും തോന്നുന്നത്? ആ നമ്പർ ഓഫ് ഇന്റർവൽസ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തം 30 മിനിറ്റ്, അതിൽ ഓരോ 2 മിനിറ്റിലും ബെല്ലടിക്കുകയാണെങ്കിൽ മൊത്തം 15 വട്ടം അടിക്കും എന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഒരു മെജോറിറ്റി ആൾക്കാർ എക്സാമിന് ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും മാർക്ക് ചെയ്യുന്നത്? 15 ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. അറിയാതെ പോലും 15 മാർക്ക് ചെയ്യില്ല. ആൻസർ 15 അല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 5 bells common tolling together. 5 ബെല്ലുകൾ ഒരുമിച്ച് അടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ എന്താ പറയാ, നമ്മുടെ 15 എന്ന് പറയുന്നത് എന്താണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30 അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയത് അത് മാത്രമല്ല, ഈ എല്ലാ ബെല്ലും കൂടി ഒരുമിച്ച് അടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ ഒരുമിച്ച് അടിക്കുന്ന ഒരു സമയം കൂടി നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എത്ര വരും? 15 അല്ല, ആദ്യം ഒരുമിച്ച് അടിക്കുന്ന കൂടി ചേർത്ത് ഒന്നുകൂടി കൂടിയായിരിക്കും ആൻസർ എപ്പോഴും വരുന്നത്. അങ്ങനെ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 16 ആയിരിക്കും. എനിക്ക് വളരെ ചെറിയൊരു കാര്യം. ഓക്കെ, പക്ഷെ ആ ചെറിയ കാര്യം അറിയാത്ത കാരണം പലപ്പോഴും എന്ത് ചെയ്യും? നമുക്ക് ആൻസർ തെറ്റിപ്പോവും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇന്റർവൽസ് 15 ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇന്റർവൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ 15ന്റെ കൂടെ ഒന്നുകൂടി കൂടിയിട്ട് ആൻസർ എത്രയെന്ന് വരും? 16 ആൻസർ വരും. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ എന്ത് പറയണം? ഈ ആദ്യം അടിക്കുന്ന എടുക്കണ്ടെന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, ശരി, കുഴപ്പമില്ല, 15 ആൻസർ വരും. പക്ഷെ അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉറപ്പായിട്ടും എടുക്കണം. എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കാതിരിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ നമുക്ക് 16 എന്ന് നമുക്ക് ആൻസർ വരും, 16 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പൊ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടി. ഇതേപോലത്തെ ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കിയാൽ അടുത്തൊരു HCF LCന്റെ തന്നെ ക്വസ്റ്റൻ ആണ്. എഗെയിൻ വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാ വർഷവും എഗെയിൻ നമ്മുടെ റെയിൽവേ എക്സാംസിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, SSC എക്സാംസിലും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ. ആ വാല്യൂസും ആ കഥയും മാത്രം അവർ എപ്പോഴും ചെറുതായിട്ടൊന്ന് മാറ്റും. ഇപ്പൊ ഈ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ക്വസ്റ്റനും കുറച്ച് വലുതാ. A physical education teacher has to distribute 96 bats and 180 balls among a number of players such that all players get same number of bats and likewise all players get the same number of balls. What will be the greatest number of players receiving the gift എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു PT ടീച്ചർ. ഓക്കെ, ആ PT ടീച്ചറിന്റെ കയ്യിൽ മൊത്തം എത്ര ബോളും ബാറ്റും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 96 ബാറ്റും ഉണ്ട്, 180 ബോൾസും ഉണ്ട്. ഈ ടീച്ചറിന് ഈ ബാറ്റും ബോളും പിള്ളേർക്ക് കൊടുക്കണം, സ്റ്റുഡൻസിന് കൊടുക്കണം. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. കിട്ടുന്ന എല്ലാവർക്കും ബോൾ സെയിം ആയിരിക്കണം, കിട്ടുന്ന എല്ലാവർക്കും ബാറ്റും സെയിം ആയിരിക്കണം. ബോളും ബാറ്റും വ്യത്യാസം വരാം, പക്ഷെ
ഇത് കിട്ടുന്ന എല്ലാവർക്കും എന്തായിരിക്കണം, അത് സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് മനസ്സിലാവണം, HCF ആണോ എടുക്കേണ്ടത്, LCM ആണോ എടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി HCF ആണോ LCM ആണോ എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. HCF എപ്പോഴും ആ തന്നേക്കുന്ന നമ്പറിനേക്കാളും താഴെ വരും ആൻസർ. LCM എപ്പോഴും തന്നേക്കുന്ന നമ്പറിനേക്കാളും വലുതായിരിക്കും ആൻസർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്ഷനിലോട്ട് നോക്കിയാലും മതി. തന്നേക്കുന്ന നമ്പറിനേക്കാളും വലുതാണോ ചെറുതാണോ ഓപ്ഷൻസ്, തന്നേക്കുന്ന നമ്പറിനേക്കാളും ചെറുതല്ലോ ഓപ്ഷൻസ്. ഓപ്ഷൻ നോക്കിയാലും എന്ത് മനസ്സിലാവും, നമുക്ക് ഇവിടുന്ന് എന്താ എടുക്കേണ്ടേ, HCF ആണ് എടുക്കേണ്ടേ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ HCF ഓഫ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ 96ഉം ഈ 180 എടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. ഇനി ആ ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. ഓപ്ഷനിൽ ഏതാണ് ഈ രണ്ട് നമ്പറിലും പോകുന്ന ഏറ്റവും വലിയ നമ്പർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ഓപ്ഷനുള്ള ഏതായിരിക്കും ഇതിൽ പോകുന്ന ഏറ്റവും വലിയ നമ്പർ. 16 നമ്മുടെ ഓപ്ഷനിൽ തന്നിരുന്ന ഏറ്റവും വലിയ നമ്പർ. 16 നമ്മുടെ 180 പോവോ? ഇല്ല. ആൻസർ 16 അല്ല. ഇനി 16 കഴിഞ്ഞാൽ അടുത്ത ഉടനെ വലിയ നമ്പർ ഏതാ? 12. 12 180 പോവോ? പോകും. 12 96 പോവോ? പോകും. അങ്ങനെ ആൻസർ എന്ത് വരും? 12 വരും. കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ ഒരു രീതികളാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ ആൻസർ എത്ര വരും? 12 സ്റ്റുഡൻസിന് ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ 12 സ്റ്റുഡൻസിനാണ് ഇത് കൊടുക്കുന്നത്. എൻ്റെ എങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. ഈ 96 എന്ന് പറഞ്ഞാൽ അതും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ 96 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 into 8 ആണ് 96 എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 12 സ്റ്റുഡൻസിന് 8 നമ്മുടെ 96 ബാറ്റാ പറഞ്ഞേക്കുന്നത്. 8 ബാറ്റ് വെച്ചായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ 180 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 12 into 15 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റുഡൻറ്റിനും എത്ര ബോൾ വെച്ചായിരിക്കും കൊടുക്കുന്നത്? 15 ബോൾ വെച്ചായിരിക്കും കൊടുക്കുന്നത്. ഇത് രണ്ടും ചോദിക്കാൻ പറ്റിയ ഒരു നല്ല രണ്ട് ക്വസ്റ്റ്യൻസാണ്. എന്ന് പറഞ്ഞാൽ എത്ര ബാറ്റ് വെച്ച ഒരു സ്റ്റുഡന്റിന് കിട്ടിയേ, എത്ര ബോൾ വെച്ച ഒരു സ്റ്റുഡന്റിന് കിട്ടിയേ എന്നും ചോദിക്കാം. എത്ര സ്റ്റുഡൻസിനാണ് ഇത് കൊടുത്തേ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എങ്കിലും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വേറെ രണ്ട് വളരെ നല്ല ആൻസേഴ്സ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ്. ഈ രണ്ട് 8 ബാറ്റ്സും നമ്മുടെ 15 ബോൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഈ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് ആർ ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് 8% റെസ്പെക്റ്റീവ്ലി. ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്, അതിന്റെ ലെങ്ത് 10% കൂട്ടുവാണ്, ബ്രെത്ത് 8% കൂട്ടുവാണ്. അങ്ങനെ ഈ ചോദിക്കുന്നത് എന്താണ്? ദെൻ ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് വിൽ ദ ഏരിയ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റും, രണ്ടും കൂട്ടുവാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് എന്ത് സംഭവിക്കത്തില്ല? ഡിക്രീസ് എന്തായാലും സംഭവിക്കത്തില്ല, കൂടത്തേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷനിൽ എന്ത് വരത്തില്ല? ആദ്യം തന്നെ ഡിക്രീസ് വരത്തില്ല. ഇനി നിങ്ങൾക്ക് ചുമ്മാ നോക്കി അറിയാം, 10ഉം 8ഉം കൂടിയ എന്തായാലും എത്ര കൂടും? 18 എന്തായാലും കൂടത്തില്ലേ? സോ ആൻസർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 18. ഒരിക്കലും 18 അല്ല ആൻസർ. സോ ആൻസർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 18. ഓപ്ഷനിൽ 18ന്റെ മേളിലുള്ള എത്ര ആൻസർ ഉണ്ട്? ഒരു ആൻസറല്ലേ ഉള്ളൂ, അതാണ് ആൻസർ. കഴിഞ്ഞു, മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് സ്റ്റെപ്പിൽ എടുക്കുകയാണെങ്കിൽ അതിനെ കറക്റ്റ് എടുക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ആ 18ഉം വരും, അതിനുശേഷം ഈ 8 into 10 80 ഡിവൈഡ് ബൈ 100 ഒരു 0.8 കൂടി വരും. അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി 18.8% ആൻസർ വരുന്നത്. എന്നിട്ട് ഇൻക്രീസ് പ്ലസ് കിട്ടുന്നതുകൊണ്ട് ഇൻക്രീസ് എന്ന്. അതിന്റെ ശരിക്കുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. A+B+AB/100 ആണ് നമ്മുടെ ശരിക്കുള്ള കൺസെപ്റ്റ്. അതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 10+8+10 into 8/100 എന്നൊക്കെ നമ്മൾ എഴുതി സോൾവ് ചെയ്ത് ഈ സ്റ്റെപ്പൊക്കെ എത്തി പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആൻസറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സിലൊക്കെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടി തരാൻ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തത്. സാധാരണ എപ്പോഴും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാതെ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് നമ്മുടെ ലാസ്റ്റ് NTPCയുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ശരിക്കും എക്സാമിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ക്വസ്റ്റ്യൻസ് ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പഠിക്കാൻ നേരത്ത് നിങ്ങൾക്കത് മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെഷൻ വഴി നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. മാത്സ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വർഷം വരാതിരിക്കുന്ന നമ്മുടെ NTPC എക്സാംസ്, ഈ വർഷം അവസാനം വിളിക്കാനിരിക്കുന്ന NTPC എക്സാംസ്, ആ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ RRB NTPC വരാൻ പോകുന്ന RRB NTPC എക്സാംസിന് വേണ്ടിയുള്ള ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഒരുപാട് ബാച്ചസ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ ബാച്ചസിന്റെ കൂടെ ജോയിൻ
ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിവിടെ ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വേണ്ടി മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതുപോലെ തന്നെ കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി കവർ ആവും. എന്താ പറയുക, നമ്മുടെ എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചാണ് നിങ്ങളുടെ ക്ലാസ്സസും പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും ഡെയിലി ക്വിസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ അതുപോലെ ആപ്പിൻ്റെ അകത്തായാലും നിങ്ങൾക്ക് എയുടെ സപ്പോർട്ട് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തും തുടങ്ങാം. ഒട്ടും ലേറ്റ് ആവാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഒട്ടും ഡിലേ ആവില്ല, നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇനി വിത്തിൻ ഒരു 2 monthsനകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ആ സമയം വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യുക, മോക്ക് ടെസ്റ്റിൽ ചെയ്ത് നിങ്ങളുടെ സ്കോർ ഏറ്റവും മാക്സിമം എത്തിക്കുക. നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരില്ല, ഉറപ്പായിട്ടും കിട്ടും എന്ന ലെവലിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങളുടെ ചാനലും ഫോളോ ചെയ്യുക, ഒരു അപ്ഡേറ്റ്സും മിസ് ആവാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീണ്ടും നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്